ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. എന്തായാലും SLC കഴിഞ്ഞ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, SLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള കംപ്ലീറ്റ് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്, അത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നോൺ ഗവൺമെന്റ് ആയിക്കോട്ടെ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്ന് ഞങ്ങൾ തന്ന വാക്കാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അഡ്മിഷൻ സംബന്ധിച്ച, എക്സാം സംബന്ധിച്ച, സ്കൂൾ മറ്റ് വിദ്യാഭ്യാസ വാർത്തകൾ ഉൾപ്പെടെ, സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇൻസ്പയർ സ്കോളർഷിപ്പ് നിങ്ങളിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും. പഠിക്കുന്ന സമയത്ത് തന്നെ എന്താണ് എന്നും ആർക്കൊക്കെയാണ് എലിജിബിൾ ആണെന്ന് നോക്കാം. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഫുൾ A+ നല്ല മാർക്കും അല്ലെങ്കിൽ പോട്ടെ 4-5 A+കളൊക്കെ ഉണ്ട് എങ്കിൽ, സയൻസ് വിഷയമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള ഒരു ബെസ്റ്റ് സ്കോളർഷിപ്പാണ് ഈ പറയുന്ന DST ഇൻസ്പയർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് 80,000 രൂപ വർഷം കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കൊക്കെയാണ് കിട്ടുന്നത്? നിങ്ങൾ ഈ +2 കഴിഞ്ഞ് നിങ്ങൾ BSc ഈ പറയുന്ന ഏതെങ്കിലും ഒരു സയൻസ് വിഷയം, BSc ഫിസിക്സ്, കെമിസ്ട്രി, ആ രീതിയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ BScയോ BSോ അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് MScയോ ഈ പറയുന്ന ബേസിക് ഓർ നാച്ചുറൽ സയൻസിൽ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും UG അഡ്മിഷനോടൊപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇൻസ്പയർ. ഇതിൽ 60,000 രൂപയാണ് ഈ പറയുന്ന, അതായത് ടോട്ടൽ മാസം 5,000 രൂപ വെച്ച് ഒരു വർഷം 60,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ 20,000 രൂപ സമ്മർ ഇന്റേൺഷിപ്പ് റിസർച്ച് ഗ്രാൻഡ് ആയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഏജ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 17 മുതൽ 22 നോർമലി ഗ്യാപ്പുകളൊന്നും ഇല്ലാതെയാണ്. നിങ്ങൾ +2 പാസ്സായിട്ടുള്ള ഡയറക്റ്റ് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് 17 അല്ലെങ്കിൽ 18 വയസ്സേ ആയുള്ളൂ. സോ ബി വിത്തിൻ ടോപ്പ് 1% ഓഫ് ദ ക്ലാസ് 12th ബോർഡ് എക്സാമിനേഷൻ എന്നാണ്. അതായത് +2 നല്ല മാർക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവരിൽ +2 മാർക്ക് വെച്ചിട്ടായിരിക്കും അതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ. ദെൻ ഈ പറയുന്ന പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സ്കോളേഴ്സ്, അതായത് KVPY, NTC നാഷണൽ ടാലന്റ് സെർച്ച്, ഇങ്ങനെയുള്ളവർക്കെല്ലാം എന്ത് ചെയ്യാം, വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അവസരം കൂടിയാണ്. ഇനി സ്കോളർഷിപ്പ് ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇൻസ്പയറിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി തുടർന്ന് സയൻസ് വിഷയങ്ങളാണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. സോ മെയിൻറ്റെയിൻ ആധാർ ലിങ്ക്ഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദി ഡയറക്റ്റ് ബെനിഫിറ്റ്. അത് ഇവിടെ ജസ്റ്റ് ഒരു ഓപ്ഷണൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി അതിന്റെ ഡോക്യുമെന്റ്സും ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർന്നു. സേവ് ചെയ്ത് വെച്ചോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പറ്റുന്നവരെല്ലാം ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോ. ഓൾ ദി ബെസ്റ്റ്.